ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 15-16 വാക്യങ്ങൾ. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവൻ്റെ കാൽക്കൽ വീണ് അവന് നന്ദി പറഞ്ഞു. ഇംഗ്ലണ്ടുകാരനായ ഡിക്ക് ജെൻട്രി വളരെ പാവപ്പെട്ട കുടുംബത്തിൽ പിറന്നവനാണ്. ഒരിക്കൽ അമ്മയോടൊന്നിച്ച് അവൻ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. അബദ്ധത്തിൽ ഒരു യാത്രക്കാരൻ്റെ ദേഹത്ത് അവൻ ഇടിച്ചു. അവൻ പറഞ്ഞു, അങ്കിൾ, അറിയാതെ സംഭവിച്ചതാണ്, ക്ഷമിക്കണം. ഈ കുട്ടിയുടെ മര്യാദയും വിനയവും കണ്ട് മുതിർന്നവർ പോലും വിസ്മയിച്ചു. ആ യാത്രക്കാരൻ കുട്ടിയെ അരികെ വിളിച്ച് അഡ്രസ്സും മറ്റും ചോദിച്ചറിഞ്ഞു. എല്ലാ വർഷവും അവൻ്റെ പിറന്നാളിനൊരു സമ്മാനം ലഭിക്കുക പതിവായിരുന്നു. അതിലിപ്രകാരം എഴുതിയിരുന്നു: ബസ്സിൽ കണ്ട സ്നേഹിതൻ. ഡിക്കിൻ്റെ കുടുംബം മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറി താമസിച്ചു. അതൊരു തണുപ്പ് പ്രദേശമായിരുന്നു. കൽക്കരി കത്തിച്ചാലേ തണുപ്പിൽ നിന്നും രക്ഷപ്പെടാനാവൂ. കൽക്കരിയാണെങ്കിൽ കിട്ടാനുമില്ല. ഡിക്ക് കൽക്കരി കമ്പനിയിലേക്ക് ഫോൺ വിളിച്ചു. കൽക്കരി അത്യാവശ്യമായി ലഭിച്ചില്ലെങ്കിൽ തൻ്റെ അച്ഛനമ്മമാർ തണുത്തു മരിച്ചു പോകുമെന്ന് കമ്പനിയിൽ നിന്നും നിഷേധാത്മകമായ മറുപടിയാണ് അവന് ലഭിച്ചത്. കമ്പനിക്കാർ ഡിക്കിൻ്റെ അഡ്രസ്സും മറ്റും ചോദിച്ചറിഞ്ഞു. എന്തെങ്കിലും ചെയ്യുവാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അല്പസമയത്തിനുള്ളിൽ വീട്ടുപടിക്കൽ കൽക്കരി എത്തി. ബസ്സിൽ കണ്ട സ്നേഹിതൻ തന്നയച്ചാണെന്ന് പറയുവാൻ പറഞ്ഞു. ഒരു കുട്ടിയുടെ വിനയവും ക്ഷമാപണവും ഒരു വലിയ മനുഷ്യനെ എത്രമാത്രം ആകർഷിക്കുകയും അവനോട് നന്ദി കാണിക്കുവാൻ മുഖാന്തരമാക്കുകയും ചെയ്തു. പ്രവൃത്തിയിലൂടെയുള്ള നന്ദി പ്രകടനമാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ലഭിച്ച നന്മയ്ക്കും അനുഗ്രഹത്തിനും ദൈവത്തോട് നാം നന്ദി പറയണം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശുവിനാൽ സൗഖ്യം പ്രാപിച്ച 10 കുഷ്ഠരോഗികളുടെ സംഭവം നാം വായിക്കുന്നു. യേശുവിൻ്റെ വാക്ക് കേട്ടനുസരിച്ച 10 പേർക്കും സൗഖ്യം ലഭിച്ചു. എന്നാൽ ഒരു ശമര്യൻ മാത്രം മടങ്ങി വന്ന യേശുവിൻ്റെ കാൽക്കൽ കവിണ് വീണ് നന്ദി പറഞ്ഞു. ഈ തിരിച്ചുവരവിലൂടെ അവൻ ശാരീരികമായും മാനസികമായും ആത്മീയമായും ശുദ്ധിയുള്ളവനായി തീർന്നു. സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ യഥാർത്ഥമായും രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ വിശുദ്ധിയുള്ളവനായി തീർന്നു. എന്തുകൊണ്ട് അവൻ തിരിച്ചു വന്ന് നന്ദി പറഞ്ഞു? വിനയവും വിധേയത്വവും മഹത്വം കൊടുക്കലും അവനിലെ വിശിഷ്ട ഗുണങ്ങളായിരുന്നു. ആരോടെല്ലാം എപ്പോഴൊക്കെ നാം നന്ദി പറയുന്നുണ്ട്? പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ വചന കേൾവിയിലൂടെ മറ്റുള്ളവരോടും ദൈവത്തോടും നാം നന്ദി പുലർത്തുവാൻ തക്കവണ്ണം നമ്മുടെ വചന കേൾവി നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, നൽകി തന്ന വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നതായ ഉപകാരങ്ങൾ കർത്താവെ, അതെല്ലായ്പ്പോഴും നന്ദിയുള്ള ഹൃദയത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ തക്കവണ്ണോട് ഞങ്ങളെ സഹായിക്കണമേ. കേട്ട വചനത്തിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിപ്പാനോട് കൃപ ചെയ്യണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.